എപ്പോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോ നല്ല സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ. നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണട്ടാ. അള്ളാഹു ഹൈറാക്കട്ടെ, അള്ളാഹു സ്വലിയായ ഒരു അമലായി സ്വീകരിക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും ഇതിന്റെ പ്രതിഫലങ്ങൾക്കൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. ആമീൻ. ചെങ്കള അങ്ങനെ ആ കല്യാണം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മളെ കൊണ്ട് വയ്ക്കണമാതിരി നമ്മൾ അവരോട് സഹകരിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഫുഡ് 700 ആക്കുള്ള ഫുഡ് എന്നാ പറഞ്ഞിരുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടിന്റെ കല്യാണം ഇല്ല, അത് 800 ആക്കി കൊടുത്ത്. പിന്നെ അതിലേറെ സുഹൈല് മാഷാല്ലാ അതിലേറെ ചോറിട്ടിട്ടാണ് അവൻ ഉണ്ടാക്കിയത്. അൽഹംദുലില്ലാ അത് ആ സൈഡ് അങ്ങനെ കഴിഞ്ഞു അൽഹംദുലില്ലാ. പിന്നീട് ഒരു 4-5 ദിവസം കല്യാണത്തിന് ഉണ്ടാവുന്നത് വരെ സ്വർണ്ണം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഞാനപ്പോൾ ചിന്തിച്ചത്. 1.5 ലക്ഷം റുപ്യ ഞാൻ ഒപ്പിച്ചുതരാം, ബാക്കി നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും കിട്ടുമല്ലോ അവർക്ക്. കാരണം നാട്ടിലുള്ളവരൊക്കെ സഹായിക്കാതിരിക്കില്ല. അപ്പോൾ കിട്ടുമ്പോൾ 1.5 ഞാൻ ഒപ്പിച്ചുതരാം, ബാക്കി നിങ്ങൾ ഇതാക്കിക്കോളി എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ആണ്ട് സ്വർണ്ണത്തിനാണ്ട് ഒപ്പിച്ച്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഞങ്ങളെ അവർക്ക് 1,38,000 റുപ്യ കല്യാണത്തിന് പിരിഞ്ഞ് കിട്ടി. അതിൽ ഞാൻ 1.5 കൊടുത്തതിൻ്റെ ബാക്കി 90,000 റുപ്യ അവർ സ്വർണ്ണത്തിന് കൊടുത്ത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഒരു കല്യാണം ആകുമ്പോൾ ചൗരിപ്പൊളി തേങ്ങ അത് ഇത് കുറേ സാധനങ്ങൾ ഒപ്പിക്കണ്ട്. ഒന്നും നോക്കിയില്ല, കയ്യും മെയ്യും മറന്നാണ് സഹായിച്ചു കൊടുത്ത്. അൽഹംദുലില്ലാ. സഹായിച്ച എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. ആമീൻ. അതുപോലെ തന്നെ സുഹൈൽ ഇതിനോട് സഹകരിച്ച് മാഷാ അല്ലാ. സുഹൈലിനോട് ഒരു വാക്ക് പറഞ്ഞ് അവനെ A to Z അരി അടക്കം എല്ലാ സാധനങ്ങളും കൂടി അവനാണ്ട് പോയിട്ടുണ്ട് വെച്ചിങ്ങാണ്ടാണ് പോരുന്നത്. അതുപോലെ കുതിരത്തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ഒപ്പിച്ചു കൊടുക്കേണ്ടി വരും. എന്നാലും എടുത്ത് പറയണം, ഒരു അമ്മോനുണ്ടായിരുന്നു മാഷാ അല്ലാ. മൂപ്പര് ഞാൻ പറഞ്ഞതിനനുസരിച്ച് കണ്ടും കൊണ്ടും വച്ചിലും ഇതാക്കലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. ഇതിൽ ഇടപെട്ട എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. ആമീൻ. ഇതൊക്കെ എന്താ പറയാനുള്ള ചെങ്കളെ? എപ്പോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോ നല്ല സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ. നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണട്ടാ. എന്റെ ഇല്ലുട്ടി എനക്ക് എന്താ പറയാനുള്ളത്? വിളിക്കല്ല അല്ലേ? കിട്ടത്തില്ല. അള്ളാഹു ഹൈറാക്കട്ടെ, അള്ളാഹു സ്വലിയായ ഒരു അമലായി സ്വീകരിക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും ഇതിന്റെ പ്രതിഫലങ്ങൾക്കൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. ആമീൻ. ഞാൻ അറിയാത്ത കുറെ ആളുകളാണ് വന്ന് സഹായിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാല് ഞാൻ എന്റെ പരിയിൽ ഒരു കല്യാണം നടക്കണമായിട്ടാണ് ഞാൻ ഏത് കല്യാണവും കഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രതിഫലം ഇന്നെ കാണുന്ന ആൾക്കാർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. എന്റെ കുട്ടിക്ക് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോ എന്റെ കുട്ടി വരെ കരഞ്ഞു, എനിക്ക് വരെ കരച്ചിൽ. സത്യം പറഞ്ഞാൽ വന്നു. നമുക്ക് നിങ്ങൾ ചെയ്തു തരുന്ന ആൾക്കാരോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇതാണ്, അല്ലാതെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടോ ഒരു ഇതൊന്നുമല്ല. കാരണം വിശപ്പ് എന്താണെന്നും കഷ്ടപ്പാട് എന്താണെന്നൊക്കെ കണ്ടു വളർന്നു വന്ന ഒരാളാണ് ഞാനൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്തു തന്ന 1 റുപ്യാണെങ്കിൽ 1 റുപ്യ തന്നിട്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇത് ഷെയർ ചെയ്തവരുണ്ട്. ആ കയ്യും മയ്യും മറന്നിട്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരാളെ ഇനി എടുത്തു പറയണില്ല. അവർക്കൊക്കെ അല്ലാഹു ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ, സ്വലിയായ അമല സ്വീകരിക്കട്ടെ. ഇൽഫ കരണ്ട മുത്തേ പഠിച്ചവനുണ്ട്. നോക്ക് ഇത് ഇവിടെ നിന്നിട്ടാ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെന്താ പള്ളിയാണ്, പഠിച്ചവന്റെ പെരയാണ്. ഓക്കെ ട്ടാ. അള്ളാഹു നമുക്കൊക്കെ ഇതിന്റെ പ്രതിഫലം തരൂ ട്ടാ. ഇതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ ഇൽഫ? ഓക്കെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയണ്ട? നിലവിളിക്കല്ല ട്ടാ. നിലവിളിച്ച അപ്പച്ചിക്ക് സങ്കടാവൂലേ? അത്ര തന്നെ വരാനുള്ളത്. അപ്പൊ ഏറെക്കുറെ ഹമീദ് കിട്ടും.